നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 4 ആണ് വെൻ ലവ് അറൈവ്സ്. സോ ദിസ് ഈസ് എ സ്പോക്കൺ വേർഡ് പോയട്രി ബൈ സാറ കായ് ആൻഡ് ഫിൽ കായ് ആൻഡ് ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് ആൻഡ് കോ പോയറ്റ് സിൻസ് 2006. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു പോയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4 to 5 പേജസ് ആണ് ടെക്സ്റ്റിലുള്ളത്. സോ നമുക്ക് ഒരിക്കലും ഒരു ലൈൻ ബൈ ലൈൻ സമ്മറി എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിൻ്റെ ടോട്ടൽ സമ്മറിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സമ്മറിയിലോട്ട് പോവാം. When Love Arrives is a spoken word poem that explores the journey of love through different stages of life. സോ ഈ ഒരു സ്പോക്കൺ വേർഡ് പോയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിച്ച് കേൾപ്പിക്കാനോ അവതരിപ്പിക്കാനോ എഴുതിയ കവിത എന്നാണ് ഈ സ്പോക്കൺ വേർഡ് പോയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ പോയറ്റ്സ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ലവിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. The poet presents love as something unexpected, imperfect, changing and deeply human. സോ ഇതിൽ പോയിട്ട് ഒരിക്കലും ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാൻറ്റസി ആയിട്ടുള്ള അല്ല കാണുന്നത്. നേരെ മറിച്ച് അവർ കാണുന്നത് അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ ലൈഫിലേക്ക് വരുന്നൊരു സംഭവം. അത് എപ്പോഴും പെർഫെക്റ്റ് വേർഷൻസ് മാത്രമല്ല നമ്മളുടെ ലൈഫിൽ കാണിക്കുന്നത്, അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡീപ്ലി ഹ്യൂമൻ ഇമോഷൻസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ലവ് ആസ് എ ഫെയറി ടെയിൽ ഫാൻറ്റസി, the poet teaches the real love is complicated, unpredictable and temporary at times but still beautiful. സോ നമ്മളെപ്പോഴും ഒരു വേൾഡിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും നോക്കി കാണുന്ന ഒരു ലവ് എന്ന് പറയുന്നത് എപ്പോഴും ലൈക്ക് ഫെയറി ടെയിൽ പോലെ ഭയങ്കര സ്മൂത്ത് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ലവ് ആണ് നമ്മൾ സാധാരണ കാണാറ്. ദ പോയം ടീച്ചേഴ്സ് ദാറ്റ് റിയൽ ലവ് ഈസ് കോംപ്ലിക്കേറ്റഡ്. ഈ ഒരു പോയത്തിലൂടെ പോയറ്റ്സ് പറയുന്നത് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫാൻറ്റസി അല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്, അൺപ്രഡിക്റ്റബിൾ ആൻഡ് ടെമ്പററി അറ്റ് ടൈംസ്. ഇറ്റ്സ് നോട്ട്, അതിനൊരു തുടർച്ചയില്ല, ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഒരു കാര്യവും ഇല്ല. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും ബ്രേക്കപ്പ് സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. സോ ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ബട്ട് എന്നാലും പറയുന്ന ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എന്നാണ് പോയറ്റ്സ് പറയുന്നത്. ദ പോയം ബിഗിൻസ് വിത്ത് ബോത്ത് പോയറ്റ്സ് ഡിസ്ക്രൈബിങ് ഹൗ ദേ ഇമാജിൻഡ് ലവ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് ടീനേജ് ഇയേഴ്സ്. സോ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇൻ ലവ് ആണ് നമ്മളുടെ ഈ പോയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അതായത് അവരുടെ ലവ് ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന് അവരുടെ ടീനേജിലും ചൈൽഡ്ഹുഡ് ടൈമിലും ഇമാജിൻ ചെയ്തതാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് ദേ ബിലീവ്ഡ് ദേ ന്യൂ എക്സാക്ട്ലി വാട്ട് ലവ് ലുക്ക് ലൈക്ക്. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കണം അവർക്കൊരു ലവ് ലൈഫ് ഉണ്ടാവുക എന്നുള്ളത് അവർക്ക് എല്ലാ ഐഡിയാസും അവർക്ക് ഉണ്ടായിരുന്നു. എങ്ങനെ വേണം ഒരു റിലേഷൻ കൊണ്ടുപോകാമെന്നുള്ള ഒരു ഫാൻറ്റസി ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ആൻഡ് സാറ ഇമാജിൻസ് ലവ് ആസ് സംതിങ് ആർട്ടിസ്റ്റിക്സ് ആൻഡ് റൊമാൻറ്റിക്. സാറ ഖായ് എന്ന് പറയുന്ന ആൾ ലവ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് ആൻഡ് വെരി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സൈഡിൽ മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സെയിം ടൈം ഫിൽ ഇമാജിൻസ് ലവ് ആസ് കോൺഫിഡൻറ്റ് ആൻഡ് അട്രാക്റ്റീവ്. സോ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ഫില്ല് കോൺഫിഡൻറ്റും അട്രാക്റ്റീവും ആയിട്ടാണ് ലവ് ലൈഫിനെ കാണുന്നത്. ആൻഡ് ദേ എക്സ്പെക്റ്റഡ് ലവ് ടു മാച്ച് ദെയർ പെർഫെക്റ്റ് ഡ്രീംസ് ആൻഡ് ഫാൻറ്റസീസ്. അവർക്കൊരു ലവ് ലൈഫ് ഉണ്ടാവുന്ന ടൈമിൽ ഇവരുടെ മാച്ചാണോ ഇവർ ഇത്രയും കാലം കണ്ടിട്ടുള്ള സ്വപ്നങ്ങളും അവരുടെ എക്സ്പെക്റ്റേഷൻസും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം അവർക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. However, when love actually arrives, it is completely different from what they have imagined. So, ഇവരുടെ റിയൽ ലൈഫിൽ ലവ് വന്ന ടൈമിൽ ഇവരുടെ ഈ മൈൻഡിലുണ്ടായിരുന്ന ഫാൻറ്റസീസും ഇമാജിനേഷൻസിനും എല്ലാത്തിനും അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണ് അവർക്ക് വന്നെത്തിയത്. ലവ് ഈസ് ഔക്കാർഡ്, ഇംപെർഫെക്റ്റ് ആൻഡ് ഓർഡിനറി. അവരുടെ ലവ് ലൈഫ് ശരിക്കും അവർ മീറ്റ് ചെയ്ത ടൈമിൽ ഇത് ജസ്റ്റ് ഒരു ഫാൻറ്റസി അല്ല, ഒരു ഓർഡിനറി ഇംപെർഫെക്റ്റ് തിങ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത്. കാരണം അവരുടെ ഇത്രയും കാലത്തെ ഇമാജിനേഷൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റിയ റിലേഷനല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അവരുടെ ഡ്രീമി വേൾഡിൽ നിന്ന് കുറേ ഡിഫറൻസ് ഉണ്ടെന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്.
As the poem progresses, the poet describes the realistic experiences of relationship. സോ അവരുടെ ഫാൻറ്റസി വേൾഡിൽ നിന്ന് മാറിയിട്ട് അവർക്കൊരു റിലേഷൻ അവരുടെ ലൈഫിൽ വന്നപ്പം ഉണ്ടായിട്ടുള്ള റിയലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവർ പിന്നെ ഈ ഒരു പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ലവ് കോസസ് എക്സൈറ്റ്മെൻറ്റ്, നെർവസ്നെസ്, എംബ്രേസ്മെൻറ്റ് ആൻഡ് ഈവൻ പെയിൻ. അവർ ഇമാജിൻ ചെയ്തൊരു ഫാൻറ്റസി വേൾഡ് അല്ലെങ്കിൽ അട്രാക്ഷൻ, അങ്ങനത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഫീലിങ്സ് ഒന്നുമല്ല റിയൽ ലൈഫിലേക്ക് ലവ് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഓൾ ദാറ്റ് ഇറ്റ് കോസസ് എക്സൈറ്റ്മെൻറ്റ്, നെർവസ്നെസ്, എംബ്രേസ്മെൻറ്റ് ആൻഡ് ഈവൻ പെയിൻ. സോ they talk about silly moments, misunderstandings, lies told to parents, ഔക്കാർഡ് കിസ്സസ് ആൻഡ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. സോ അവർ ഇതിലൂടെ പറയുന്നുണ്ട് അവരുടെ ലൈഫിൽ ലവ് വന്നപ്പോൾ അവർക്കുണ്ടായ ചേഞ്ചസ്, അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ അടുത്ത് കളവ് പറയാൻ തുടങ്ങി, അവർ സില്ലി മൊമെൻറ്റ്സിനെ പറ്റി ടോക്ക് ചെയ്യാൻ തുടങ്ങി, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനെ പറ്റി പറയാൻ തുടങ്ങി, ആൻഡ് ഓൾസോ അവരുടെ ഔക്കാർഡ് കിസ്സസിനെ പറ്റി പറയാൻ തുടങ്ങി, ആൻഡ് ദെയർ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. ദിസ് ഈസ് ദ മെയിൻ തിങ് ഇൻ എവറി റിലേഷൻഷിപ്പ്. ഓക്കെ, and this section shows that real love is not always glamorous. The true of every relationship is shown here. അതായത് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷനിൽ എപ്പോഴും ഒരു ഫാൻറ്റസി ആയിട്ടാണ് ഒരു ലവ് ഉണ്ടാവുക. ഇൻസ്റ്റെഡ് അതിൻ്റെ ഒരു ഗ്ലാമറസ് വേർഷൻ അല്ല റിയൽ ലവ് എന്നുള്ളൊരു ഭാഗമാണ് ഈ ഒരു പോയറ്റ്സ് കാണിക്കുന്നത്. ആൻഡ് the real love is not always glamorous. It includes flaws and uncomfortableness moments too. അതെപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫിലൂടെ മാത്രമല്ല പോവുക. അതിൽ കുറേ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. Later, the poem explains how love changes over time, and sometimes love grows stronger and sometimes it disappears. ചില ടൈമിൽ അവർക്ക് ഫീൽ ആവും അവരുടെ റിലേഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ലവ് ലൈഫ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. സെയിം ടൈം അത് ഡിസപ്പിയർ ആയിട്ട് അങ്ങനെ ഒരു റിലേഷനേ അവിടെ ഇല്ലാത്ത പോലെയാണ് അവർക്ക് അവിടെ ഫീൽ ആവുക. ദ പോയറ്റ് കമ്പയർസ് ദ ലോസ് ഓഫ് ലവ് ടു ലോസിങ് baby teeth or a flat tire, showing how painful and unexpected heartbreaks can be. സോ ഇവിടെ ഒരു കമ്പാരിസൺ ആണ് കൊണ്ടുവരുന്നത് പോയിറ്റ്സ്. അതായത് ലവ് ലൈഫ് ലോസ് ആവുന്ന ടൈമിൽ ഒരു ബേബിക്ക് അവരുടെ ഫേസ്റ്റ് ടീത്ത് അല്ലെങ്കിൽ ഒരു ടീത്ത് ലോസ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിനെയാണ് അവരിവിടെ കാണിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടയറിനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്ന അവരുടെ അത്രയും ഒരു പെയിൻഫുൾ ഇമോഷനെ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഹാർട്ട് ബ്രേക്കിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ലവ് ലീവ്സ് ഇമോഷണൽ മാർക്സ് ഓൺ പീപ്പിൾ, ബട്ട് ഇറ്റ് ഓൾസോ ടീച്ചേഴ്സ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ലെസൺസ്. സോ ഒരാൾ നമ്മളെ വിട്ടുപോയി റിലേഷനിൽ എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ മാർക്ക് നമ്മൾ എത്രയൊക്കെ മൂവ് ഓൺ ആയി എന്ന് പറഞ്ഞാലും ആ ഒരു ഇമോഷണൽ മാർക്ക് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടേ നിൽക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ടീച്ചസ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ലെസൺസ്. ഇതിനൊപ്പം തന്നെ നമ്മൾ അതൊന്ന് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലൈഫ് ലെസൺസും കൂടെ ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടും എന്നാണ് ഈ പോയിറ്റ്സ് പറയുന്നത്. After heartbreak and loneliness, love returns in a different form. സോ ഒരു ബ്രേക്കപ്പിന് ശേഷം ഉണ്ടാവുന്ന ഒരു ലവ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേയിലാണ് നമുക്ക് ഫീൽ ആവുക. ആൻഡ് ദ പോയിറ്റ് റിയലൈസസ് ദാറ്റ് മെച്യൂർ ലവ് ഈസ് നോട്ട് പെർഫെക്റ്റ് എയ്തർ. റിലേഷനിൽ ഭയങ്കര മെച്യൂർഡായി നിന്നെന്ന് വിചാരിച്ചിട്ട് അതിലൊരിക്കലും അതൊരു പെർഫെക്റ്റ് റിലേഷൻ ആയിരിക്കണമെന്നില്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹാബിറ്റ്സ്, ഇംപെർഫെക്ഷൻസ്, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഓർഡിനറി ഡെയിലി ലൈഫ്. ഇത്രയും കാര്യങ്ങൾ മിക്സഡ് ആയിട്ടുള്ളൊരു ഫീലായിരിക്കും നമുക്ക് എത്രയൊക്കെ ഒരു മെച്യൂർഡ് റിലേഷനാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ലവ് ക്യാൻ ബി മെസ്സി ആൻഡ് ഇറിറ്റേറ്റിംഗ്. സെയിം ടൈം അത് ഭയങ്കര മെസ്സി ആയിട്ടും ഇറിറ്റേറ്റിംഗ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ പോലും ബട്ട് ഇറ്റ് ഓൾസോ ഓഫേഴ്സ് കംഫർട്ട്, സപ്പോർട്ട്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇമോഷണൽ ഹീലിംഗ്. സെയിം ടൈം മെസ്സി ആൻഡ് ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയൊരു സാധനം നമുക്ക് ഒരു ഹീലിംഗ് അല്ലെങ്കിൽ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട്,
കംഫേർട്ട് എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഈ ഒരു ലവ് ലൈഫിന് സെയിം ടൈം കിട്ടുന്നുണ്ട്. ആസ് ഒരു കോയിൻ രണ്ട് സൈഡുള്ള പോലെ ഏതൊരു റിലേഷനും രണ്ട് സൈഡുണ്ട്. അതായത് സംടൈംസ് ഇറ്റ് ക്യാൻ ബി മെസ്സി ആൻഡ് നോൺ അണ്ടർസ്റ്റാൻഡിങ്, സെയിം ടൈം ഇറ്റ് ഈസ് വെരി മച്ച് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കംഫേർട്ട് ആൻഡ് ഗിവ് സപ്പോർട്ട്. സോ റിയൽ ലവ് accept imperfections instead of demanding perfection. സോ ഒരു റിയൽ ലവ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 100+ പെർഫെക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫാൻറ്റസിയായി നടക്കുന്നതിലും ഒരു റിയൽ ലവ് എന്ന് പറയുന്നത് ഇംപെർഫെക്ഷൻസിൻ്റെ ഒരു മിക്സഡ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇംപെർഫെക്ഷൻസ് ഉള്ളൊരു റിലേഷനെ ശരിക്കും ഒരു ട്രൂ ആയിട്ടുള്ളൊരു ലവ് ആയിട്ട് ഈ പോയിറ്റ്സ് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമോഷണൽ പാർട്സ് ഓഫ് ദ പോയം ഈസ് വെൻ ലവ് റിപ്പീറ്റഡ്ലി ടെൽസ് എ പേഴ്സൺ യു ആർ ബ്യൂട്ടിഫുൾ. സോ ഇതിൻ്റെ ഒരു ലവിൻ്റെ ഒരു ഇമോഷണൽ പാർട്ട് അല്ലെങ്കിൽ ഏതൊരാളും പിടിച്ചു വെക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് യു ആർ ബ്യൂട്ടിഫുൾ എന്നുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പം നമ്മൾ അറിയാണ്ട് നമ്മളുടെ ഒരു ഇമോഷണൽ പാർട്ട് അവിടെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഷോസ് ഹൗ ലവ് പ്രൊവൈഡ്സ് ഇമോഷണൽ റീഅഷുറൻസ് ആൻഡ് സെൽഫ് വർത്ത്. നമ്മൾ നല്ലതെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സെൽഫ് വർത്ത് അല്ലെങ്കിൽ റീഅഷുറൻസ്, നമ്മൾ അത്രയും സെക്യൂർഡാണ് ആ റിലേഷനിൽ എന്നുള്ളൊരു ഫീലാണ്, ഒരു ഇമോഷണൽ കണക്ഷനാണ് നമുക്കവിടെ വരുന്നത്. However, the poem also admits that love is imperfect and may sometimes fail to say the right things when needed the most. So, this is an important point. അതായത് ഒരു റിലേഷനിൽ ലവ് ഒരു ഇംപെർഫെക്റ്റ് ആൻഡ് മേ സംടൈംസ് ഫെയിൽ. അതായത് അവർ പറയാൻ ഒരു മിസ് ചെയ്യുന്നൊരു പോർഷൻ എന്ന് പറയുന്നത്, അതായത് നല്ല കാര്യങ്ങൾ നടക്കുമ്പം അത് to say the right things when needed the most. അതായത് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വരുമ്പം സാരമില്ല പോട്ടെ എന്ന് പറയുന്നതിന് ഇൻസ്റ്റെഡ് നീ എന്തേലും കാണിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ട്. ആ ഒരു ബ്രേക്ക് ഡൗണിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയും ചെയ്യാതെ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ പകരം നമ്മളുടെ സൈഡ് മാത്രമേ നമ്മൾ ആലോചിക്കുള്ളൂ. ആൻഡ് ഈവൻ ദ പോയിറ്റ് റിമൈൻഡ്സ് ലിസണേഴ്സ് നോട്ട് ടു ഫോർഗെറ്റ് ദെയർ ഓൺ വാല്യൂ. നമ്മൾ റിലേഷനിലാകുമ്പോൾ നമ്മളുടെ ഒരു സെൽഫ് വർത്ത്, നമുക്കൊരു പ്രോപ്പർ സ്റ്റാൻഡ് വേണം. നമ്മൾ ആരാ എന്താന്നുള്ള നമ്മൾ അത്രയും ഡിപ്പെൻഡഡ് ആവാൻ പാടില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മേലെ. സോ ഒരു ലൈക്ക് എ വാർണിംഗ് ദ പോയിറ്റ്സ് ആർ സെയിങ് ഓർ റിമൈൻഡ്സ് ലിസണേഴ്സ്, അതായത് നോട്ട് ടു ഫോർഗോട്ട് ദെയർ ഓൺ വാല്യൂസ്. നമ്മളുടെ വാല്യൂസ് നമ്മൾ കളയാൻ പാടില്ല. Towards the end, the poet explains that love cannot be controlled or predicted. ഈ ഒരു പോയത്തിൻ്റെ എൻഡാകുമ്പം പോയിട്ട് പറയുന്നത് നമുക്ക് ഒരാളെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ റിലേഷനിൽ നമുക്ക് നിർത്താൻ പറ്റില്ല. ഓറൽസ് ഇറ്റ് കനോട്ട് ബി പ്രെഡിക്റ്റബിൾ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ റിലേഷൻ നമുക്ക് ബ്രേക്കപ്പ് ആവാം ആൻഡ് സെയിം ടൈം പാച്ചപ്പ് ആവാം. ആൻഡ് ലവ് മേ അറൈവ് ലേറ്റ്, ലീവ് ഏർലി, സ്റ്റേ ഫോർ എവർ ഓർ ഡിസപ്പിയർ സഡൻലി. നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ ലവ് ചിലപ്പോൾ നേരത്തെ വന്നേക്കാം, അല്ലെങ്കിൽ നമ്മളെ വിട്ട് നേരത്തെ പോയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നിന്നേക്കാം, ഓർ പെട്ടെന്ന് സഡൻലി ഡിസപ്പിയർ ആയേക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പ്രെഡിക്റ്റബിൾ. സംടൈംസ് people are not ready for love and sometimes love itself is not ready. ചിലപ്പം പീപ്പിൾ ലവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ലവ് നമ്മൾ തേടിയിട്ട് വരില്ല. And the final message is to welcome love when it comes and gracefully let it go when it leaves. സോ ഇതിൻ്റെ ഒരു ഫൈനൽ മെസ്സേജ് ആയിട്ട് പറയുന്നത്, ലവ് നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ അതിൻ്റെ ടൈം ആകുമ്പോൾ വരട്ടെ, നമുക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം. ആൻഡ് വെൻ ഇറ്റ് ലീവ്സ്, അത് നമുക്ക് ഗ്രേസ്ഫുള്ളായിട്ട് അതിന് നമുക്ക് വിട്ടയക്കാം. സോ നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് നമ്മുടെ ലൈഫിൽ നിർത്താൻ പറ്റില്ല. ഇഫ് ഇറ്റ് കംസ് വി വെൽക്കം ഇറ്റ് ആൻഡ് ഇഫ് ഇറ്റ് ലീവ്സ് വി വിൽ ബി ഓൾവേസ് ഗ്രേസ്ഫുൾ ഫോർ ദാറ്റ്. സോ നമ്മുടെ സമ്മറി ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു പോയറ്റിലുള്ള പോയറ്റിക് ഡിവൈസസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പേഴ്സോണിഫിക്കേഷൻ. അതായത് ലവ് ഈസ് ട്രീറ്റഡ് ആസ് എ ലിവിങ് പേഴ്സൺ. So love is compared to a living person, thus it becomes a personification. ഇനി അടുത്തത് സിമിലി ആയിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ ലവ് ഡിസപ്പിയേർഡ് സ്ലോലി ലൈക്ക് എ ബേബി ടീത്ത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ലവ് ഇവിടെ ഒരു കമ്പയർ ചെയ്യുകയാണ് ചെയ്തത്. അതായത് ലൈക്ക് എ ബേബി ടീത്ത്, ലവ് ഡിസപ്പിയർ ആവുന്നത് ഒരു ബേബി ടീത്ത് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സിമിലി. പിന്നെ ഇമാജറി ആയിട്ട് വരുന്നത് ക്രിയേറ്റ്സ് വിവിഡ് ഇമോഷണൽ ആൻഡ് വിഷ്വൽ സീൻസ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള സീൻസും അതേപോലെ വിഷ്വലായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഇമാജറി ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് യു ആർ ബ്യൂട്ടിഫുൾ, എംഫസൈസ്ഡ് ഇമോഷൻസ്, റീഅഷുറൻസ്. സോ യു ആർ ബ്യൂട്ടിഫുൾ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് അവർക്ക് ആ റിലേഷനിൽ ഒരു ഇമോഷണൽ റീഅഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. And the symbolism is different objects and situations symbolized emotional experience. So ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനും സിറ്റുവേഷനെയും അവരവിടെ സിംബലൈസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ടെക്സ്റ്റ് വായിച്ചേ മതിയാവും. സോ ഈ ഒരു പോർഷനിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു പോയറ്റിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി റിമെമ്പേർഡ്, ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് ഇതിലുള്ളത്. സോ ഇതൊന്ന് വായിച്ച് നോക്കുക നിങ്ങൾ. So if you have any doubts related to this chapter, let me know through this comment, and thank you for watching.